ഹായ്, സുഖല്ലേ? അപ്പോൾ ഒരു കാര്യം പറയാനാണ് വന്നത്. നേരത്തെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായ എൻ്റെ ചാനലിൻ്റെ പേരിനെ കുറിച്ചുള്ള ഒരു കൺഫ്യൂഷൻ. അപ്പോൾ ഇപ്പോഴും പലരും ഞാൻ നേരത്തെ വീഡിയോ ഇട്ടപ്പോഴും പലരും എനിക്ക് ഇൻസ്റ്റഗ്രാമിലൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങനെയാണ് വായിച്ചത്. അതായത് ആ, കൊല്ലം സൈഡിലൊക്കെ വേറെ രീതിയിലാണ് അത് വായിക്കുന്നത്. ഡബിൾ മീനിങ് ആണ്. അതായത് എൻ്റെ വീഡിയോസിൽ ചില കമൻറ്റുകൾ കണ്ടപ്പോൾ എന്താ പേരാണ് കിടിലായിരിക്കുന്നതെന്നും പറഞ്ഞിട്ട് ഡബിൾ മീനിങ്ങിൽ കമൻ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മനസ്സിലായി ഇപ്പോഴും ആ പേര് വായിക്കുന്നത് വേറൊരു രീതിയിലാണെന്ന്. അപ്പോൾ അതുകൊണ്ട് പറയാമെന്ന് വിചാരിച്ചു. കൊത്തമ്പാരി എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര്. KOTHAMBAR RI കൊത്തമ്പാരി. അതായത് മലബാർ സൈഡിൽ കൊത്തമല്ലി കൊത്തമ്പാരി എന്നാണ്, മല്ലിക്കാണ് പറയുന്നത്. അപ്പോൾ ആ രീതിയിലാണ്, ആ ഒരു ഇതിൽ വെച്ചിട്ടാണ് അങ്ങനെ ഒരു പേര് ഞാൻ ഇട്ടത്. അതിന് മുന്നേ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ കാണാത്തവർക്കായിട്ട് വീണ്ടും ഞാനൊന്ന് പറയാൻ, ദയവേത് ഡബിൾ മീനിങ് ആയിട്ട് വായിക്കരുത്. അപ്പോൾ അങ്ങനെ ഞാൻ ട്രാവൽ ബേസ് ആയിട്ടാണ് ഈ ചാനൽ നേരത്തെ തുടങ്ങിയത്. കുറേ വർഷം മുന്നേ തുടങ്ങിയത്. ഞാൻ ഒരു മീഡിയ പേഴ്സൺ ആണ്. അപ്പോൾ ഞാൻ ചാനലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഈ ചാനൽ ഒന്ന് സ്റ്റക്കായി പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം ഞാൻ ചാനൽ ഒന്ന് ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഡെയിലി ഇടാറുണ്ട്. ഇപ്പം കുക്കിംഗ് വീഡിയോ അല്ലാത്ത ഡെയിലി ഡേ ഇൻ മൈ ലൈഫ് ഒക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോസും കാണുന്നുണ്ടെന്ന് അറിയാം. കമൻറ്റും അതുപോലെ തന്നെ അല്ലാതെ തന്നെ എനിക്ക് മെസ്സേജൊക്കെ വരാറുണ്ട്. സപ്പോർട്ട് ചെയ്യുന്നതിൽ സന്തോഷമുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എന്നാലാണ് എപ്പോഴും ഡെയിലി വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അതും പറയണം. എന്ത് നെഗറ്റീവ് കമൻ്റ് ആണെങ്കിലും പോസിറ്റീവ് കമൻ്റ് ആണെങ്കിലും എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് തുറന്നു പറയാം. അപ്പോൾ പുതിയ പുതിയ പരീക്ഷണങ്ങൾ, റെസിപ്പീസിൻ്റെ കാര്യത്തിലാണ് പുതിയ പുതിയ പരീക്ഷണങ്ങൾ ഞാൻ ചെയ്യാറുണ്ട്. കൂടുതലും തലശ്ശേരി ഭാഗത്തുള്ള റെസിപ്പീസൊക്കെ ഞാൻ ഇടാറുണ്ട്. എൻ്റെ അമ്മ പറഞ്ഞു തന്ന കുറച്ച് കറികളും നാടൻ കറികളൊക്കെ ഞാൻ പരീക്ഷിക്കാറുണ്ട്. അല്ലാതെ എൻ്റെ പുതിയ പരീക്ഷണങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ എൻ്റെ പല ഫ്രണ്ട്സും ചോദിക്കാറുണ്ട്, ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ ഇനി മാധ്യമ പ്രവർത്തനത്തിലേക്ക് ഇനി ഇല്ലേ, ജോലിയിലേക്ക് കയറുന്നില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ എനിക്കൊരു പേഴ്സണൽ കാര്യമായതുകൊണ്ട് ഞാനൊന്ന് നിർത്തി വെച്ചിരിക്കുകയാണ്, ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. ഇനി വരുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. ഏതായാലും മാധ്യമപ്രവർത്തനം എൻ്റെ ഒരു എന്താ പറയുക പാഷനാണ്. അപ്പോൾ അത് എന്തായാലും പോകത്തില്ല. എൻ്റെ രക്തത്തിൽ അലിഞ്ഞിരിക്കുന്നതാണ്. എനിക്കിഷ്ടപ്പെട്ട് ഞാൻ തിരഞ്ഞെടുത്തൊരു കാര്യമാണ്. അതുകൊണ്ട് ഞാനത് വേണ്ടാന്നൊന്നും വെക്കില്ല. അപ്പോൾ ചിലപ്പോൾ എന്നാൽ ഒരു കമ്പനിയിലേക്ക്, ഒരു ചാനലിലേക്ക് പോയി വർക്ക് ചെയ്യാൻ ഇനി കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വരുമോ എന്നറിയില്ല. അല്ലെങ്കിൽ എൻ്റെ ചാനലിൽ കൂടി തന്നെ ചെയ്യണമെന്നൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഇനിയുള്ള ഫ്യൂച്ചറാണല്ലോ, അത് നമുക്ക് നോക്കാം. എന്തായാലും ന്യൂസ് റീഡിങ് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. കാരണം കേരള വിഷനിലായിരുന്ന സമയത്തൊക്കെ എന്നും ന്യൂസ് റീഡിങ് ഉണ്ടാവാറുണ്ട്. ഒരു ദിവസം പോലും ഒഴിയാതെ ന്യൂസ് റീഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ചിലപ്പോൾ ദേഷ്യത്തോടെയൊക്കെ ലൈവിൽ കയറി നിന്ന് ന്യൂസ് വായിക്കാറുണ്ട്. പക്ഷെ ഇപ്പം അത് മൊത്തത്തിൽ ഡ്രോപ്പ് ചെയ്ത് മൊത്തത്തിൽ ബ്രേക്ക് എടുത്തപ്പോൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. എന്തായാലും എല്ലാവരും അടിപൊളിയായിരിക്കണം. എല്ലാവർക്കും അടിപൊളിയായിട്ട് വർക്ക് ചെയ്യാൻ പറ്റട്ടെ. ഓക്കെ, ബൈ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എൻ്റെ വീഡിയോ കാണാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.